السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. അൽഹംദുലില്ലാ ഇന്നലെ നമ്മൾ നസ്ഖ് എന്നുള്ള വിഷയത്തിന്റെ ഒരു ഭാഗം, ഒരു പാർട്ട് 1 നമ്മൾ കണ്ടു. മെയിനായിട്ട് എന്താണ് നസ്ഖ് അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല അതായത് വഹി വഴി ഇറക്കിയ നിയമങ്ങൾ ഖുർആനിലോ ഹദീസിലോ അങ്ങനെയുള്ള നിയമങ്ങളെ അതായത് അതുവഴി നിയമം ആക്കി കൊണ്ടുവന്ന നിയമങ്ങളെ അതേപോലെ വേറൊരു ഖുർആനിക ആയത്തോ ഹദീസോ വഴി, അതായത് ഓതന്റിക് ആയിട്ടുള്ള സ്വഹീഹായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള ഹദീസോ വഴി ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ അതിനെ ഇല്ലാതാക്കുക, റദ്ദാക്കുക, അതല്ലെങ്കിൽ അതിന് പകരം വേറൊരു നിയമം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഇങ്ങനെ ഉള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു സിസ്റ്റമാണ് നസ്ഖ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് നസ്ഖ് എന്ന് നമ്മൾ കണ്ടു. നസ്ഖിനുള്ള കണ്ടീഷൻ, അതായത് ഒന്ന് നസ്ഖ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നിയമം പുതിയ നിയമം കൊണ്ട് വന്നു അത് നസ്ഖാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ, കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് കണ്ടു. പിന്നെ എങ്ങനെയാണ് നസ്ഖിനെ കുറിച്ചുള്ള ഇൽമ, നസ്ഖായി എന്ന് തീരുമാനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ഇൽമ എവിടെ നിന്നാണ് കിട്ടുന്നത്, എങ്ങനെയാണ് ഒന്ന് നസ്ഖാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്, അതും കണ്ടു നമ്മൾ. പിന്നെ ഒരു തരത്തിലുള്ള നസ്ഖിന്റെ വർഗീകരണം നമ്മൾ കണ്ടു. അതായത് സോഴ്സ് വെച്ചിട്ട് എവിടെ നിന്നാണ് ഈ നിയമം വന്നത്, ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു ഖുർആനും ഹദീസും അല്ലാത്ത സോഴ്സസ് ഇല്ല. അതായത് ഫിഖ്ഹിന് നമ്മളുടെ ദീനിൽ ഇസ്ലാമില് ഫിഖ്ഹിന് വേറെ സോഴ്സസ് ഉണ്ട്. ഖുർആനും ഹദീസും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇജ്മാ, ഖിയാസ്, ഇജ്തിഹാദ്, ഉർഫ് എന്നൊക്കെ പറഞ്ഞ വേറെ പല സോഴ്സസും ഉണ്ട്. പക്ഷേ നസ്ഖ് ആവാൻ അത് ഖുർആനോ ഹദീസോ മാത്രമേ പാടുള്ളൂ. അങ്ങനെ സോഴ്സസ് വെച്ചിട്ട് ഉള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു അല്ലെ? 4 രീതിയിലാണ്. ഖുർആൻ കൊണ്ട്, ഖുർആനെ ഹദീസ് കൊണ്ട്, അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെന്ന് നമ്മൾ കണ്ടു. ഹദീസിനെ ഹദീസ് കൊണ്ട്, ഹദീസിനെ ഖുർആൻ കൊണ്ട്, അങ്ങനെ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് വേറെയും 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, നസ്ഖിന്റെ തന്നെ വേറെ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനും നസ്ഖിന്റെ പിന്നിലുള്ള ഹിക്മത്തും കാണാം. അത് അത്രയും പറഞ്ഞ ഏകദേശം ഒരു റഫ് ഓവർവ്യൂ ആവും. വേണമെങ്കിൽ ഇനി ഇത് മണിക്കൂറുകളോളം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നസ്ഖ്. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ പോലെ സാധാരണ മനുഷ്യന്മാർക്ക് എന്താണ് ഇത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാഷാഅല്ലാഹ് ഇത് ധാരാളമാണ് ഈ ഒരു ഇൻഫർമേഷൻ. ഓക്കെ, ഞാൻ ഇന്നലെയും പറഞ്ഞ പോലെ ഇത് കുറച്ചൊരു എന്താ പറയാ, നമ്മൾ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുന്നതിനേക്കാളും നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് പറ്റാത്തവർ, കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നവർ കേട്ടിട്ട് കിട്ടുന്ന ഭാഗം മാത്രം എടുത്തിട്ട് അങ്ങ് വിട്ടേക്കുക. കൂടുതൽ ഇതിന്റെ പിന്നാലെ പോകണ്ട. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എന്തൊരു ഇൽമും ഖൈറ് തന്നെ, അതിനപ്പുറത്തേക്ക് പോയിട്ട് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണ്ട. ഓക്കെ, മാക്സിമം നമുക്ക് കിട്ടുന്നതൊക്കെ അങ്ങ് അബ്സോർബ് ചെയ്യുക, ബാക്കി വിട്ടേക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം ഇന്ന് നമുക്ക് പറയാനുള്ളത്, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം ഖുർആനിൽ തന്നെ നസ്ഖ് ഡിഫറെന്റ് രീതിയിൽ ഉണ്ടാവാം അല്ലെ? ഖുർആനിൽ തന്നെ ഇതിന്റെ ഒരു ചെറിയൊരു ഫോം നമ്മൾ കഴിഞ്ഞ ദിവസം സൂറത്ത് ബഖറയിലുള്ള 106-ാമത്തെ ആയത്ത് എടുത്ത സമയത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നസ്ഖ് ഖുർആനിൽ 3 രീതിയിലാണ് സംഭവിക്കുക. ആ 3 കാര്യങ്ങളും അതിനുള്ള ഉദാഹരണങ്ങളും നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത്, ഇത് നസ്ഖിന്റെ 2ാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആട്ടോ. ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇന്നലെ കണ്ടു, അതായത് സോഴ്സസിനെ വെച്ചിട്ട് എവിടെ നിന്നൊക്കെയാണ് നസ്ഖിന്റെ റൂളുകൾ ഉണ്ടാവുന്നത്, അതിനെ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്ന് ഖുർആനകത്ത് തന്നെ നസ്ഖ് നടക്കുന്നത് ഏതൊക്കെ രീതികളിലാണെന്ന്. അത് 3 ടൈപ്പാണ്. അതിനകത്ത് ഒന്നാമത്തത് നസ്ഖ് വേഴ്സ്, അതായത് ഖുർആനിലെ ആയത്തിന്റെ നസ്ഖ് സംഭവിക്കും, അതായത് ക്യാൻസൽ ആവപ്പെടും. എന്നാൽ നിയമം അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, ആയത്ത് ഉണ്ടാവില്ല, എന്നാൽ നിയമം അങ്ങനെ തന്നെ ഉണ്ടാവും. സോറി കേട്ടോ, പറഞ്ഞത് മാറിപ്പോയതാണ്. ആയത്തിന്റെ ഖുർആന്റെ ആയത്തിന്റെയും നിയമത്തിന്റെയും നസ്ഖാണ് ഇവിടെ പറയുന്നത്. അതായത് നിയമവും നിർത്തലാക്കി പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടാവും, ആയത്തും വേറൊരു ആയത്താക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആദ്യത്തെ ആയത്ത് എടുത്തു കളഞ്ഞിട്ട് പുതിയ ഒരു ആയത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതാണ് ഒന്നാമത്തത്.
അപ്പം ഇതിനുള്ള ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രകാരം പറയുന്നത്, അവർ പറയുന്നു, ഖുർആനിൽ ആദ്യം അവതരിച്ചത് 10 പ്രാവശ്യം മുല കുടിച്ചതായി അറിഞ്ഞാൽ നിരോധനത്തിന് കാരണമാകും എന്നാണ്. ഇവിടെ നിരോധനം എന്ന് പറയുന്നത് വൈവാഹിക ബന്ധത്തിലുള്ള നിരോധനമാണ്. ഓക്കെ, അപ്പം അവിടെ ഒരു എന്താണ് റിദ അല്ലെങ്കിൽ ബന്ധം എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. അപ്പം മെഹറമായിട്ട് മാറും. ഒരു ഉമ്മയിൽ നിന്ന് ഒരു മകൻ 10 പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ നിരോധനത്തിന് കാരണമാകും എന്നാണ്. അതിനുശേഷം അതിൽ നിന്ന് 5 എടുത്ത് മാറ്റപ്പെട്ടു. 5 പ്രാവശ്യം മുല കുടിച്ചത് അറിയപ്പെട്ടാൽ നിഷിദ്ധമാകും എന്നായി. ഈ നിയമമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നത്. ഇത് ഒരു ഹദീസാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നസ്ഖിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നസ്ഖിന്റെ നോളജ് കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബിമാരിൽ നിന്നോ ക്ലിയർ ആയിട്ട് വേർഡ് ചെയ്യപ്പെട്ട സ്വീകാര്യമായ ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിലേ അല്ലേ, മൂന്ന് കാര്യങ്ങൾ നമ്മൾ വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ഒരു കാര്യം ഇതായിരുന്നു. അപ്പം ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ക്ലിയർ വേർഡിങ്സിലുള്ള സ്വീകാര്യമായിട്ടുള്ള ഒരു ഹദീസ് ഉള്ളത് കൊണ്ടാണ്. കാരണം ഈ ആയത്ത് ഇപ്പൊ ഖുർആനിലില്ല അല്ലെ, അപ്പൊ എങ്ങനെയാണ് നസ്ഖാണോ എന്ന് തീരുമാനിക്കുന്നത്? അപ്പം അതിന്റെ കണ്ടീഷനിൽ പെട്ട ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നത് കൊണ്ടാണ് ഈ ആയത്ത് ഖുർആനിൽ ഇല്ലാഞ്ഞിട്ടും എന്താണ് ഇതിനെ നസ്ഖായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം പിന്നീട് അതിനെ, അതായത് 10 പ്രാവശ്യം മുല കുടിച്ചാലാണ് ബന്ധം സ്ഥാപിക്കാന്നുള്ളതിനെ മാറ്റി 5 പ്രാവശ്യം എന്ന് ആക്കി മാറ്റി. ഈ തരത്തിലുള്ള നസ്ഖ് വളരെ റെയറാണ്. അതായത് ഖുർആനിൽ ഒരു ആയത്ത് ഇപ്പൊ ഇല്ല, അപ്പം ആ ആയത്തിന് പകരം ഇന്നത് വന്നു, നിയമം ഇന്നത് വന്നു എന്നൊക്കെ പറയുന്ന നസ്ഖുകൾ വളരെ റെയറാണ്. കാരണം അതിന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നസ്ഖായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അറിയ പോലും ഇല്ല അല്ലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതാണ് ഒന്നാമത്തെ നസ്ഖ്. അതായത് ഖുർആനിലെ വാക്യത്തിന്റെയും നിയമത്തിന്റെയും നസ്ഖ് രണ്ടും മാറ്റപ്പെട്ട, ആ വാക്യം എടുത്ത് മാറ്റപ്പെട്ടു, നിയമം പുതിയത് കൊണ്ടുവരികയും ചെയ്തു. ഇനി രണ്ടാമത്തെ നസ്ഖ് എന്ന് പറയുന്നത് വാക്യത്തിന്റെ മാത്രം നസ്ഖ്, നിയമം നിലനിൽക്കുന്നുണ്ട്. അതായത് ഖുർആനിലുള്ള ആയത്ത് ഇപ്പൊ ഇല്ല, അതിന്റെ ഇതും എന്താണ് പാരായണവും നിർത്തി, പക്ഷേ നിയമം അത് അതുപോലെ തന്നെയുണ്ട്. നിയമത്തിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിനൊരു ഉദാഹരണം നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നതാണ് ആയത്തുർ റജം അല്ലെ, കല്ലെറിഞ്ഞു കൊല്ലുന്ന ആയത്ത്. അപ്പം ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള തെളിവായിട്ടുള്ള ഒരു ഹദീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ക്രീനിലുണ്ട്. സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ആളുകൾ റജം എന്ന് പറഞ്ഞാല് കല്ലെറിയ, നമ്മള് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞപ്പോൾ റജമിന്റെ മീനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ റജം എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലലാണ്. അപ്പൊ റജമിന്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ഖുർആനിൽ നിന്ന് ആയത്ത് എടുക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഈ നസ്ഖ് എന്താണ്? ആയത്ത് മാത്രം മാറ്റിയിട്ട് നിയമം നിലനിൽക്കുന്ന നസ്ഖാണ്. തുടർന്ന് പറയുന്നത്, ക്രമേണ അള്ളാഹു ഇറക്കിയ ഈ ഉത്തരവാദിത്വം ഒഴിവാക്കിക്കൊണ്ട് അവർ വഴിപിഴക്കുകയും ചെയ്യും. അറിയുക, വ്യഭിചാരി വിവാഹിതനാണെങ്കിൽ കുറ്റം സാക്ഷികൾ മുഖേനയോ ഗർഭത്തിലൂടെയോ കുറ്റസമ്മതം കൊണ്ടോ തെളിയിക്കപ്പെട്ടാൽ റജമിന്റെ, അതായത് കല്ലെറിഞ്ഞു കൊല്ലലിന്റെ ശിക്ഷ നൽകേണ്ടതാണ്. സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം കൂടി പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജമ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം ഞങ്ങളും റജം നടത്തിയിട്ടുണ്ട്. റജം എന്ന് വെച്ചാല് കല്ലെറിഞ്ഞ് കൊല്ലല്. സുബ്ഹാനല്ലാഹ്. ഇത്തരത്തിലുള്ള നസ്ഖ് അത്ര എന്താണ് കോമൺ അല്ല. എന്നാലും നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ നസ്ഖിനേക്കാളും കുറച്ചും കൂടെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ രണ്ടാമത്തെ ടൈപ്പ് നസ്ഖ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞത് വളരെ റെയർ ആയിട്ടുള്ള നസ്ഖാണ്. ഇതില് ഈ നസ്ഖ് ആയത്ത് എടുത്തു കളഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നിയമം നിലനിൽക്കും. ഇതും അത്ര ഭയങ്കര കോമൺ ആയിട്ടുള്ള നസ്ഖൊന്നും അല്ല. ഈ ആയത്തുണ്ടല്ലോ, ഈ ക്യാൻസൽ ഔട്ട് ചെയ്യപ്പെട്ട ആയത്ത് ഇബ്നു മാജ ഹദീസിൽ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ഹദീസ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിനൊരു എടുത്ത് കാണിക്കാൻ എൻ്റെ കയ്യിലും തെളിവുകളൊന്നുമില്ല. ഇത് ഞാൻ വായിച്ചൊരു ബുക്കിൽ നിന്ന് കണ്ടതാണ്. അതായത് വേറൊരു ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഅസൂ അൽ ഹദീദ് അൽ ഷരീഫ്, അതായത് ഇബ്നു മാജ എഴുതിയ മൗസൂഅ അൽ ഹദീദ് അഷരീഫ് എന്ന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് റെഫറൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. ഓക്കെ, എന്തായാലും ഈ ഒരു ഹദീസ്, അതായത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് സ്വീകാര്യമായതാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസ് തന്നെയാണ്. ഇനി അടുത്ത ടൈപ്പ് നസ്ഖ്, നിയമത്തിൽ മാത്രം നസ്ഖ് ഉണ്ട്,
ഖുർആനിലെ വാക്യം നിലനിൽക്കുന്നു. നിയമം മാറ്റം വരുത്തിയിട്ടുണ്ട്, വാക്യം അങ്ങനെ തന്നെ ഉണ്ട്. അതായത് ഖുർആനിൽ 2 ആയത്തുകൾ ഉണ്ടാവും. അതിൽ രണ്ടാമത് ഇറങ്ങിയ ആയത്ത് ആദ്യത്തെ നിയമത്തിനെ മാറ്റുന്ന അല്ലെങ്കിൽ റദ്ദാക്കുന്ന നിയമമായിരിക്കും. എന്നാൽ ആ ആദ്യത്തെ വാക്യം, ആദ്യത്തെ ആയത്ത് അല്ലെങ്കിൽ ആയത്തിന്റെ ഒരു പാർട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. 2 ആയത്തും ഉണ്ടാവും. ആദ്യത്തെ ആയത്ത്, അതായത് ആദ്യത്തെ ആയത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വരേണ്ടത് ആദ്യം ഇറങ്ങിയ ആയത്താണ് കേട്ടോ. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ നമ്പർ ഉള്ള അല്ലെങ്കിൽ ഖുർആനിലെ പേജിന്റെ ഓർഡറിൽ, ആയത്തിന്റെ ഓർഡറിൽ ആദ്യം ഉള്ളതല്ല, ആദ്യം ഇറങ്ങിയ ആയത്ത് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. രണ്ടാമത്തെ ആയത്തിൽ, അത് രണ്ടാമത് ഇറങ്ങിയ ആയത്തിൽ ആദ്യത്തെ ആയത്തിനെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ക്യാൻസൽ ഔട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്ന പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇതിനുള്ള ഉദാഹരണമാണ് ഇദ്ദയുടെ കാര്യം. ഓക്കെ, സൂറത്ത് ബഖറയില് 240 ആയത്ത്. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യതൻ ലിഅസ്വാജിഹിം മതഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ്. നിങ്ങളിൽ നിന്ന് ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെടുന്നവർ തങ്ങളുടെ ഭാര്യമാർക്ക് 1 കൊല്ലത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കാതെ ജീവിത വിഭവം നൽകാൻ വസിയ്യത്ത് ചെയ്യേണ്ടതാണ്. അതായത് ഇദ്ദ 1 കൊല്ലം ആണ് എന്നുള്ള നിയമം കൊണ്ടുവന്നിട്ടുള്ള ഒരു ആയത്താണിത്. 240 ആയത്ത്. ഇത് ആദ്യം ഇറങ്ങിയ ആയത്താണ്. തുടർന്ന് 234 ആയത്തിൽ പറയുന്നുണ്ട്, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശ്റാ. നിങ്ങളിൽ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ ഭാര്യമാർ തങ്ങളുടെ കാര്യത്തിൽ 4 മാസവും 10 ദിവസവും കാത്തിരിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 240 ആയത്ത് 234 കഴിഞ്ഞിട്ടാണ് ഓർഡറിൽ വരുന്നതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടത് ആദ്യം ഏതാണ്? 240 പിന്നീടാണ് അതിനെ മാറ്റി ഇദ്ദ 4 മാസം 10 ദിവസം ആക്കിയിട്ടുള്ള 234 ആയത്ത് ഇറക്കപ്പെട്ടത്. ഓക്കെ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത ഓർഡറിനനുസരിച്ചാണ് അവർ ആയത്തുകൾ എഴുതുന്നത് അല്ലെ. അപ്പം ഈ ഓർഡറിലാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അല്ലാഹു അലം, അതിന്റെ പിന്നിലും ഒരു ഹിക്മത്ത് ഉണ്ടായേക്കാം അല്ലെ. ആളുകൾ വഴിതെറ്റി പോകാൻ സാധ്യത ഒരുപാടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആര് സത്യത്തെ ഫോളോ ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം കൂടി ആയേക്കാം ഇങ്ങനെ ഓർഡർ റിവേഴ്സ് ആക്കി കൊടുക്കുന്നത്. അല്ലാഹു അലം. ഓക്കെ, ഈ ഒരു ഓർഡറിനെ കുറിച്ച് പോലും സഹീഹ് അൽ ബുഖാരിയിൽ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നമ്മൾ ഇതിൽ രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ 3 പറഞ്ഞു കഴിഞ്ഞു. അതായത് ഖുർആനിൽ എങ്ങനെയാണ് ഖുർആന്റെ അകത്ത് നടത്തുന്ന നസ്ഖുകൾ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു അല്ലെ. ആയത്തും നിയമവും മാറ്റിയിട്ട് നസ്ഖ് ചെയ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യം പറഞ്ഞു. ആയത്ത് നിലനിർത്തിയിട്ട് നിയമം മാറ്റിയതും പറഞ്ഞു. നിയമം നിലനിർത്തിയിട്ട് ആയത്ത് മാറ്റുന്നതും പറഞ്ഞു. ഇനി അടുത്ത ഒരു ടൈപ്പ് നസ്ഖിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ നിയമം മാറ്റിയിട്ട് പുതിയതായിട്ട് കൊണ്ടുവരുന്ന നിയമം ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പം ചില നസ്ഖില് നിയമം മാറ്റി സ്ഥാപിക്കാതെ, അതായത് നസ്ഖ് മാത്രം ചെയ്യും, പകരം വേറെ നിയമം കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള നസ്ഖ് ഉണ്ട്. പകരം കൊണ്ടുവന്ന നിയമം അതേപോലെയുള്ള നിയമമായിട്ടുള്ള നസ്ഖ് ഉണ്ട്. അതിനേക്കാൾ എളുപ്പമുള്ള നിയമമായിട്ടുള്ള നസ്ഖ് ഉണ്ട്. അതിനേക്കാൾ പ്രയാസമുള്ള നിയമമായിട്ടുള്ള നസ്ഖ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ 4 എണ്ണമാണ്. ഈ 4 എണ്ണവും അതിന്റെ ഉദാഹരണം നമുക്ക് കാണാം. അപ്പം ഇതിന് ഫസ്റ്റ് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാത്ത നസ്ഖ്. ഇതിനുള്ള ഒരു ഉദാഹരണമാണ് സൂറത്ത് മുജാദിലയില് 12 ആയത്തില് ഒരു സദഖയുടെ കാര്യം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നാജൈതുമുർ റസൂല ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും സ്വദഖ. എന്താ പറയുന്നത്? സത്യവിശ്വാസികളെ, നിങ്ങൾ റസൂലുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന്റെ മുമ്പായി ഏതെങ്കിലും ഒരു ദാനം നിങ്ങൾ അർപ്പിക്കുക. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നീട് ഈ ഒരു ബാധ്യത, അതായത് ഇങ്ങനെ ഒരു സ്വതക്ക കൊടുക്കണം എന്നുള്ള ഒരു ബാധ്യതയെ ഒഴിവാക്കിക്കൊണ്ട് ഓക്കെ, ഈ രണ്ടാമത് ഞാൻ കൊടുത്ത ആയത്തിന്റെ റെഫറൻസ് തെറ്റാണ് കേട്ടോ. മുജാദിലയിലെ തന്നെ 13 ആയത്താണ് രണ്ടാമത്തെ റെഫറൻസ്. ആദ്യത്തത് 12 ആയത്ത്, രണ്ടാമത്തത് 13 ആയത്താണ്. أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا فتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله. എന്താ പറയുന്നത്? നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന് മുമ്പായി നിങ്ങൾ ദാനധർമ്മങ്ങൾ അർപ്പിക്കുന്നതിനെ പറ്റി നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുകയും
അള്ളാഹു നിങ്ങളുടെ നേരെ മടങ്ങുകയും ചെയ്തിരിക്കയാൽ നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുയും അവന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. അപ്പം രഹസ്യ സംഭാഷണത്തിന്റെ സ്വതക്ക ഇവിടെ എടുത്തു കളഞ്ഞതായിട്ട് വന്നിട്ടുള്ള ഒരു ഹദീസാണ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു നിയമം ഉണ്ടായിരുന്നു, അതിന് പകരം വേറെ നിയമം കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ വേറൊരു ആയത്ത് കൊണ്ടുവന്നിട്ട് ആ നിയമത്തിനെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു. ഓക്കെ, ആ നിയമത്തിനെ എടുത്തു കളയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇത് പുതിയൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആട്ടോ. ഒരു നിയമമുണ്ട്, നസ്ഖ് ചെയ്യുമ്പം ആ നിയമത്തിനെ എടുത്തു കളഞ്ഞു, പകരം വേറെ നിയമം കൊണ്ടുവന്നിട്ടില്ല. ഇനി ഇതിനകത്ത് തന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഈസിയർ ലോ, അതായത് ഒരു എളുപ്പമുള്ള നിയമം കൊണ്ടുവന്നിട്ട് നസ്ഖ് ചെയ്യുന്നത്. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ മുമ്പേ കണ്ട ഇദ്ദ. ഓക്കെ, ഇദ്ദയുടെ കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല, ആയത്തുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യത്തത് 1 വർഷമായിരുന്നു, രണ്ടാമത്തത് എന്താണ് 4 മാസം 10 ദിവസമാക്കി, അല്ലെ? കുറച്ചുകൂടെ എളുപ്പമുള്ള നിയമം ആക്കി മാറ്റി. സുബ്ഹാനല്ലാഹ്. ഇനി വേറൊരു ഉദാഹരണം ഇക്കാര്യത്തിൽ പറയുന്നത് നോമ്പ് നോക്കുന്നതിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ നോമ്പിന്റെ ആയത്ത് വന്നിട്ടുണ്ടല്ലോ, 183-ാമത്തെ ആയത്ത് ബഖറയിലെ, സൂറത്ത് ബഖറയിലെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻപുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അത്രേ. ഇവിടെ ഈ നിയമം എങ്ങനെയാണ് ബുദ്ധിമുട്ടുള്ളത് ആയിരുന്നെന്ന് വെച്ചാൽ, അവർക്ക് നമ്മളുടെ മുമ്പുള്ള, അതായത് മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മുമ്പുള്ളവർക്ക് നോമ്പ് എങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടതെന്ന് വെച്ചാൽ, അവരുടെ തൊട്ട് മുമ്പത്തെ, അതായത് നോമ്പ് എടുക്കുന്നതിന് മുമ്പത്തെ രാത്രിയിൽ അവരുടെ ഇശാ നമസ്കാരത്തിന് ശേഷം പിന്നത്തെ മഗ്രിബ് വരെ ഓക്കെ അവർക്ക് ഭക്ഷണവും വെള്ളവും ലൈംഗിക ബന്ധവും ഹറാമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരുടെ നോമ്പ്. എന്നാൽ 187-ാമത്തെ ആയത്തില്, ബഖറയിൽ തന്നെ 187-ാമത്തെ ആയത്തില്, ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസായിക്കും, നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ആ ഒരു കാര്യം മാറ്റിയിട്ട് അവർക്ക് നോമ്പിന്റെ ആ ഒരു പീരീഡിൽ മാത്രം, അതായത് സുബഹി മുതൽ മഗ്രിബ് വരെ മാത്രമേ ഇത് എന്താണ് ഹറാമാണ്, അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഉഹിലലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാക്കിയിട്ട് മാറ്റി. ഈ ഒരു നിയമവും അതായത് പ്രയാസത്തിന് പകരം എളുപ്പം കൊണ്ടുവന്നിട്ടുള്ള നസ്ഖിന് ഉദാഹരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാൻ എനിക്ക് തോന്നുന്നു കൂടുതൽ സേഫ് ഈ ആദ്യം പറഞ്ഞ ഇദ്ദയുടെ ഉദാഹരണം ആണ്. ഇനി അടുത്തത് ഒരേപോലെയുള്ള നിയമം. ഓക്കെ, ഒരു നിയമത്തിന് പകരം വേറൊരു നിയമം കൊണ്ടുവന്നു, അത് സിമിലർ ആണ്, എളുപ്പമല്ല പ്രയാസമല്ല, കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള 4 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. ഒന്നിന് പകരം നിയമം പുതിയതൊന്നും കൊണ്ടുവന്നിട്ടില്ല, 2 എളുപ്പമുള്ള നിയമം കൊണ്ടുവന്നു, 3 അതേപോലെയുള്ള നിയമം. അതിന് ഉദാഹരണമാണ് നമ്മളുടെ ഖിബ്ല ചേഞ്ച്, അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആയത്തും നമ്മൾ കണ്ടതാണ്. മുസ്ലിങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടർന്ന് ജെറൂസലേമിലേക്ക് തിരിഞ്ഞു നിന്നാണ് നമസ്കരിച്ചത്, അല്ലെ? ഇനി മുതൽ മസ്ജിദുൽ ഹറാമിന്റെ നേരെ നീ മുഖം തിരിക്കുക, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അതിന്റെ നേരെ മുഖം തിരിക്കുക. അപ്പം മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറമിലേക്ക് ഖിബ്ല ചേഞ്ച് ചെയ്ത ഉദാഹരണമാണ് ഇത്. ഇത് സിമിലർ ലോ ആണ്, ഇവിടെ പ്രയാസവും ഇല്ല എളുപ്പവും ഇല്ല, അല്ലെ? ഇനി അടുത്തത് കൂടുതൽ പ്രയാസമുള്ള ഒരു നിയമം കൊണ്ട് വന്നിട്ടുള്ള നസ്ഖ്. ഓക്കെ, ഇതിന് ഒരു ഉദാഹരണം എന്താന്ന് വെച്ചാല്, സൂറത്ത് ബഖറയിലെ 184-ാമത്തെ ആയത്ത്, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമുൻ മിസ്കീൻ ഫമൻ ഷഹിദ മിൻകും ഫിദിയത്തുൻ തുആമുൻ മിസ്കീൻ. അതായത് ഞെരുങ്ങിക്കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം അതിന് സാധിക്കുന്നവർ, അതായത് നോമ്പെടുക്കാൻ സാധിക്കുന്നവർ പകരം ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ്. അതായത് ആ ഒരു സമയത്ത് വേണമെങ്കിൽ നോമ്പ് എടുക്കാതിരിക്കാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നു. അതായത് നോമ്പിന്റെ മാസം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോമ്പ് എടുക്കാതിരുന്നിട്ട് ഇങ്ങനെ ചെയ്യാം, അതായത് പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാം എന്നുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സൂറത്ത് ആൽ ഇംറാനിൽ 185-ാമത്തെ ആയത്ത്, ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫല്യസുംഹു, നിങ്ങളിൽ ആര് ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പം എന്താണ് നിർബന്ധമാക്കി മാറ്റി. അപ്പം ഇവിടെ കുറച്ചുകൂടെ പ്രയാസമുള്ള നിയമം പകരം കൊണ്ടുവന്നിട്ടാണ് നസ്ഖ് ചെയ്യപ്പെട്ടത്.
അപ്പം ഇത്രയുമാണ് നസ്ഖിനുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാനുള്ളത്. 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഒന്നാമത്തത് സോഴ്സ് വെച്ചിട്ട് ഖുർആനും ഹദീസും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതും റീപ്ലേസ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. രണ്ടാമത്തത് ഖുർആനിനകത്ത് എങ്ങനെയാണ് നസ്ഖ് ചെയ്യപ്പെടുന്നത് കണ്ടു. അതായത് ഖുർആനിലെ ആയത്തുകൾ വെച്ചിട്ട് നിയമം മാറ്റുക, നിയമം വെച്ചിട്ട് ആയത്ത് മാറ്റുക, രണ്ടും മാറ്റുക, അതൊക്കെ കണ്ടു. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന പുതിയ നിയമത്തിന്റെ നേച്ചർ വെച്ചിട്ടുള്ള, അതായത് ഒന്നെങ്കിൽ നിയമം കൊണ്ടുവരുന്നില്ല, 2 എളുപ്പമുള്ള നിയമം, 3 സമാനമായ നിയമം, 4 കൂടുതൽ പ്രയാസമുള്ള നിയമം. അങ്ങനെ 4 ടൈപ്പ് നസ്ഖുകൾ നമ്മൾ കണ്ടു. ഇനി നസ്ഖിന് പിന്നിലുള്ള ഹിക്മത്ത്, എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ, റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എന്തായാലും അതൊരു ഖൈറിനുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു റീസൺ അതിന്റെ പിന്നിൽ ഉണ്ടാവുകയും ചെയ്യും. അല്ലേ, അള്ളാഹ് വെറുതെ തമാശക്കോ ഒരു ഉദ്ദേശമില്ലാതെ ഒന്നും ചെയ്യൂല. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലെ. അപ്പം ചില റീസൺസ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിനകത്തൊരു ഖൈർ ഉണ്ടെന്ന്. എന്നാൽ ചിലത് നമുക്ക് നമ്മളുടെ അറിവിന്, നമ്മളുടെ കഴിവിന്, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് അപ്പുറത്തായിരിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല, അല്ലെ. നമ്മളെ അണ്ടർസ്റ്റാൻഡിങ്ങിലെ അപ്പുറത്താണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹുറൂഫുൽ മുഖത്തആത്ത്, അല്ലെ. സൂറത്തുകളുടെ ആദ്യം പ്ലേസ് ചെയ്യുന്ന അലിഫ് ലാം മീം പോലെയുള്ള കാര്യങ്ങൾ പലപ്പോഴും അത് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തലാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പല കാര്യങ്ങളും, അള്ളാഹുവിന്റെ പല തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ പല അറിവുകളും നമ്മളുടെ കോംപ്രഹെൻഷന്, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് അപ്പുറത്താണ്. അപ്പം ചിലത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചിലത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു വെച്ചതുണ്ട്, ചിലത് നമ്മുടെ മനസ്സിലാക്കലിന്റെ അപ്പുറത്താണ്. അള്ളാഹുവിന്റെ അറിവിന് ലിമിറ്റുകൾ ഇല്ല. അള്ളാഹ്ക്ക് നമ്മളെ കുറിച്ച് എല്ലാം അറിയാം. പക്ഷെ നമുക്ക് അള്ളാഹിന്റെ റീസണും ഹിക്മത്തും ഒന്നും നമുക്കെല്ലാം ഒന്നും ഗ്രാസ്പ് ചെയ്യാൻ പറ്റൂല. കാരണം അത്രയ്ക്ക് എന്താണ്, ഹൈ ലെവലാണ്, അല്ലെ. നമ്മളെ കഴിവുകൊണ്ട് എത്താൻ പറ്റാത്തതാണ്. അപ്പം നസ്ഖുകളുടെ കാര്യത്തിൽ നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട്, കിട്ടിയ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന 2-3 ഹിക്മത്തുകൾ മാത്രം നമുക്ക് കാണാം. അതിനപ്പുറത്തേക്കുള്ളതൊക്കെ അള്ളാഹുവിന്റെ കയ്യിൽ, അള്ളാഹു ആലം, അല്ലെ. അപ്പം അതിനകത്ത് ഏറ്റവും ആദ്യത്തത് എന്താന്ന് വെച്ചാല് മനുഷ്യരാശിയുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി, ഹൈറിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഓരോ കാര്യങ്ങൾ, നിയമങ്ങൾ ഇവോൾവ് ചെയ്ത് കൊണ്ടുവന്ന് മനുഷ്യന് അതൊരു എളുപ്പത്തില് ഒരു കംപ്ലീറ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഒന്നാമത്തെ ഹിക്മത്ത്. ഓക്കെ, ആദ്യം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആൾക്കാർക്ക് അത്ര എളുപ്പം ഉണ്ടാവില്ല. അപ്പൊ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാറ്റി കൊണ്ടുവരാനുള്ള, ആദ്യം ഇങ്ങനെ ഒരു നിയമം കൊടുത്തു, പിന്നെ അത് മാറ്റി വേറൊരു നിയമം കൊടുക്കുമ്പം അവർക്ക് അതിനെ എടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ ഒരു എളുപ്പമുണ്ട്. അപ്പൊ മനുഷ്യരാശിയുടെ ഒരു ഡെവലപ്മെന്റിന്റെ എളുപ്പം അല്ലെങ്കിൽ ഹൈറിന് വേണ്ടിയിട്ടാണെന്നാണ് ഒന്നാമത്തെ ഹിക്മത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഡിഫറെന്റ് വെറൈറ്റി സാഹചര്യങ്ങളാണ്, അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന നിയമം ഇന്ന സാഹചര്യത്തിൽ നിങ്ങൾ അനുസരിക്കണം എന്ന് പറയാണ്. അതേപോലെ ചിലപ്പം അതേ സാഹചര്യത്തിൽ വേറൊരു നിയമം അനുസരിക്കരുത്, അല്ലെങ്കിൽ അത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് ചെയ്യണം അത് ചെയ്യരുത് എന്ന് പറയുമ്പം നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു എന്താ പറയാ, കീഴൊതുങ്ങൽ, അല്ലെ. ഒരു സത്യവിശ്വാസി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചാലും അതനുസരിക്കണം. അപ്പം എത്രത്തോളം നമ്മൾ അതിന് കീഴൊതുങ്ങുന്നു, അള്ളാഹുവിന്റെ ഹിക്മത്തിന്, അള്ളാഹുവിന്റെ ഇൽമിന് നമ്മൾ എത്രത്തോളം കീഴൊതുങ്ങുന്നു, അതിൽ നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനായിരിക്കാം രണ്ടാമത്തത് ഒരു ഹിക്മത്ത് എന്ന് പറയപ്പെടുന്നു. ഇനി അടുത്ത ഒരു ഹിക്മത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തുകൊണ്ടും ഹൈറും എളുപ്പവും കൊണ്ടുതരാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളും നിയമമാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ ഹൈർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസമുള്ള നിയമം വെച്ച് റീപ്ലേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അല്ലെ. അതിൽ നമുക്ക് എന്താണ് ഹൈർ? നമുക്ക് കൂടുതൽ പ്രതിഫലം കൊണ്ടുതരാൻ വേണ്ടിയിട്ട്. ചില നിയമങ്ങൾ പഴയതിനേക്കാളും കുറച്ചും കൂടെ പ്രയാസമുള്ളത് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസണും കൂടെ ആണെന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. അപ്പം നസ്ഖ് ചെയ്യപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള കാര്യമാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ ഓണർഷിപ്പില്, അള്ളാഹുവിന്റെ അതോറിറ്റിയിൽ, അള്ളാഹുവിന്റെ മുൽക്കിലുള്ള കാര്യങ്ങളാണ് ലോകം മുഴുവനും, അല്ലെ, മനുഷ്യന്മാർ മുഴുവനും, അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും. അപ്പൊ അവരുടെ മേലെ അധികാരങ്ങൾ, നിയമങ്ങൾ കൊണ്ടുവരാനും ആ കൊണ്ടുവന്ന നിയമം ക്യാൻസൽ ചെയ്യാനും ഒക്കെയുള്ള പവർ അള്ളാഹ്ക്കുണ്ട്. അതിന് അള്ളാഹ്ക്ക് അള്ളാഹുവിൻ്റെതായ ഹിക്മത്തും ഉണ്ട്.
ഓക്കെ, അപ്പം നമുക്ക് ചോദ്യം ചെയ്യാൻ വകുപ്പൊന്നുമില്ല, അതിനൊക്കെ തെളിവുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പം ഇതിന്റെ പിന്നിലെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഹിക്മത്തുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പം ഇതുപോലെയുള്ള നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. ഇതിൽ പ്രയാസമുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കാനും, എളുപ്പമുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു ആശ്വാസം, അല്ലെ, വിശ്വാസികൾക്ക് ഒരു ആശ്വാസം തരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് എത്രത്തോളം നന്മയാണ് ഉദ്ദേശിക്കുന്നത്, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നതെന്ന് കാണിക്കാനും വേണ്ടി ആണെന്നാണ് പറയപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം, എത്രത്തോളം നമ്മളുടെ ഓരോ കുഞ്ഞു 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 കാര്യങ്ങളും ചിന്തിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നിയമങ്ങൾ ഒരുക്കിയിട്ടുള്ളത്, അല്ലെ. നമ്മൾ എത്രയാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്വിച്ച് ഇട്ട പോലെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം, അല്ലെ. അള്ളാഹു എത്രത്തോളാണ് നമുക്ക് വേണ്ടിയിട്ട്, എത്ര ഹിക്മത്ത്, എത്ര കാരുണ്യമാണ് നമുക്ക് വേണ്ടി ഓരോ ചെറിയ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക ആർക്കാ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, അല്ലേ. ഏറ്റവും ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ നഫ്സിന് വേണ്ടി തന്നെയാണ് ചെലവഴിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അവർ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും അവർക്ക് എന്താ ഇഷ്ടം, അവർക്ക് എന്താ ഇഷ്ടമില്ലാത്തത്, അവർക്ക് എന്താ വിഷമാവുക, അവർക്ക് എന്താ വിഷമാവാത്തത് എന്നൊക്കെ ചിന്തിച്ചിട്ടേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലെ. നമ്മളെ മക്കളാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പോലും നമ്മൾ ആലോചിക്കും, അല്ലെ. അവർ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് അവരെ അറിയുന്നത് കൊണ്ട് നമ്മൾ ആലോചിച്ച് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അവർക്ക് എളുപ്പമുള്ള രീതിയിൽ മിക്ക കാര്യങ്ങളും നമ്മൾ ചെയ്യുള്ളൂ. അത് നമ്മളുടെ എന്താണ് കഴിവിന്, അല്ലെങ്കിൽ നമ്മുടെ അതിനെ ഒതുങ്ങുന്ന ഒരു 4-5 ആൾക്കാരെ ഉണ്ടാവുള്ളൂ ആ കൂട്ടത്തിൽ പെട്ടതിലെ. ബാക്കിയുള്ളവരത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മിക്കവാറും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരുടെയും കോടാനു കോടി മനുഷ്യന്മാരുടെയും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സൃഷ്ടികളുടെയും ഏറ്റവും ഹൈർ എന്താണെന്ന് ചിന്തിച്ച് അവർക്ക് ഏറ്റവും ബെസ്റ്റായത് ചൂസ് ചെയ്ത് അതിന് നിയമങ്ങൾ ഇറക്കി, അതിൽ മാറ്റേണ്ടത് മാറ്റം വരുത്തി, എന്നിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കാതിരുന്നാൽ, നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ വീണ്ടും 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 നമുക്ക് റഹ്മത്ത് തന്നുകൊണ്ട് നമ്മളിവിടെ നിലനിർത്തി വീണ്ടും ഹിദായത്തിനുള്ള അവസരങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര കുറച്ച് ചിന്തിക്കുന്നവരാണ്, എത്ര നന്ദി കെട്ടവരാണെന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റവും നന്ദിയുള്ള ഹൃദയങ്ങളാക്കി മാറ്റട്ടെ. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ഹൃദയം, ഏറ്റവും ബെസ്റ്റ് നിലയിൽ ചിന്തിക്കാൻ പ്രാപ്തമായിട്ടുള്ള, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. ആമീൻ. ഇനി നസ്ഖ് എന്ന വിഷയത്തിനെ കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളെ കുറിച്ച്, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്തിനാ എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തിയ പണ്ഡിതന്മാരും എഴുതിയ ഗ്രന്ഥങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ജസ്റ്റ് 1-2 ഉദാഹരണങ്ങൾ. ഏറ്റവും ആദ്യത്തെ, അല്ലെങ്കിൽ ഏറ്റവും വളരെ മുമ്പ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ നാസിഖ് വൽ മൻസൂഖ് ഫി കിതാബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഖത്താദ ഇബ്നു ദിയാമ അദ്ദേഹം എഴുതിയ ഗ്രന്ഥം. ഓക്കെ, അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ഒരു ഹദീസ് പണ്ഡിതനായിരുന്നു. പിന്നെ അതിനുശേഷം ഒരുപാട് പേര് നസ്ഖിനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇബ്നു ഹസം അത്താഹിരി, അഹ്മദ് ഇബ്നു മുഹമ്മദ് അന്നഹാസ്, മക്കി ഇബ്നു അബി താലിബ്, ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹ്, അങ്ങനെ ഒരുപാട് ആളുകൾ നസ്ഖിനെ കുറിച്ച് തന്നെ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് മണിക്കൂറുകളോളം ഡിസ്കസ് ചെയ്യാൻ മാത്രമുള്ള വിഷയമാണ്. ഇതുപോലെ നസ്ഖ് പോലെ തന്നെ വേറെ ഒരുപാട് വിഷയങ്ങൾ ഉലൂമു തഫ്സീർ അല്ലെങ്കിൽ ഉസൂലു തഫ്സീറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സുബ്ഹാനല്ലാഹ്, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട സയൻസസ്, ഖുർആൻ സയൻസസ് എന്ന് തന്നെ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ അറബി ഗ്രാമറും തജ്വീദും ഒക്കെ അതിനകത്ത് പെടും കേട്ടോ. ഖുർആനിക് സയൻസസിൽ പെടും, തഫ്സീറും അതുപോലെയുള്ള സയൻസസ് മാത്രം ഏകദേശം 116 ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള റിസർച്ചും പഠനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ബ്രാഞ്ചസ് മാത്രം 116 അതിൽ കൂടുതലോ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് ഓരോന്നിനെ കുറിച്ചും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഇഷ്ടംപോലെ പല 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 ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അത്രയും വിശാലമായ പഠനത്തിന് സ്കോപ്പുള്ള ഒരു ദീനാണ് നമ്മളുടെ. അത്രയും വിശാലമായ, അത്രയും ആഴമേറിയ ഒരു കാര്യമാണ് ഖുർആൻ. ഇപ്പോഴും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ എത്ര കുറച്ച് ചിന്തിക്കുന്നവരാണ്, എത്ര കുറച്ച് പഠിക്കുന്നവരാണ്. നമ്മളൊക്കെ എന്തിനാ എത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെന്ന് നമ്മളോട് ചോദിക്കുക. അത്രയും പോയിട്ടില്ലെങ്കിൽ ഏറ്റവും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോലും നമുക്കറിയില്ല. നമുക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നാളെ മുതൽ നമ്മൾ അങ്ങ് എന്തോ ആയിക്കളയെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും വീണ്ടും നമ്മൾ ജീവിതത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ആ ഇമ്പോർട്ടൻസുകളിലൊക്കെ മുഴുകി പോവാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖുർആന് അതിന് കൊടുക്കേണ്ട, അത് അർഹിക്കുന്ന ഡ്യൂ റെസ്പെക്റ്റും
ടൈമും ഇമ്പോർട്ടൻസും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഹൃദയം നമുക്ക് എല്ലാവർക്കും തരട്ടെ. അതിന് എന്താ സത്യം പറയണെങ്കിൽ ഖുർആാനിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഒന്നിനും ഭൂമിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല എന്ന് തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് അങ്ങനെ പറ്റുന്ന ഹൃദയങ്ങൾ, അങ്ങനെ പറ്റുന്ന മനസ്സുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. അതിനനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുവഴി കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരും തലമുറകൾക്കും നമുക്കും നമ്മുടെ മുൻ തലമുറകൾക്കും ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്ത അവഗണനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇപ്പം നമ്മൾ എപ്പോഴെങ്കിലും അല്ലാഹു നമ്മളിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ടല്ലോ അല്ലെ, എവിടെയോ നമുക്ക് അതിനൊരു അർഹത അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇത് കൈവിടാതെ മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാനും നിലനിർത്താൻ, അതായത് ജീവിതത്തിലേക്ക് അതിന്റെ പാഠങ്ങൾ കൊണ്ടുവരാനും ഖുർആനായി ജീവിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.